ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സദ്യ സ്റ്റൈൽ മാങ്ങ അച്ചാറാണ്. നമുക്കൊരു സദ്യ സ്റ്റൈൽ, ഞാനിപ്പോൾ ഒരു 2 കിലോ മാങ്ങയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇത്. നമുക്കതിലേക്ക് ഉപ്പുകല്ലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉപ്പുകല്ലില്ലെങ്കിൽ ഉപ്പായിട്ട് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പുകല്ലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഉപ്പുകല്ലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തുടയ്ക്കും. നമ്മൾക്കിപ്പോൾ അതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാമെന്നാണ്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ളതും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മൾ മുളക് പൊടിയെല്ലാം നന്നായി എല്ലാ മാങ്ങയിലും പറ്റുന്ന രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കണം, ഇളക്കി. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ച് വെച്ച്, ഞാൻ വീട്ടിൽ പൊടിച്ച ഉലുവയാണ്, ഉലുവ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 100 ഗ്രാമോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കടുകും മുളകും വറുത്തത് നമുക്ക് ഈ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എണ്ണയും കടുകും കറിവേപ്പിലയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റൈൽ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ആ സൈഡിൽ കാണുന്ന ഓൾ എന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും അന്നത് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.